പീരീഡ്സിന്റെ ടൈമിൽ അലർജിയുടെ ബുദ്ധിമുട്ട് കൂടുതലുള്ളവരാണോ? എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്നേഴ്സിനുള്ളതാണ്. അധിക സ്ത്രീകൾക്കും പീരീഡ്സിന്റെ സമയത്ത് തുമ്മുമ്പോൾ മെൻസ്ട്രൽ ഫ്ലോ കുറച്ച് കൂടുതലായിട്ട് വരാറുണ്ട്. അത് കുറച്ച് സ്വാഭാവികമാണെങ്കിലും ശക്തമായിട്ട് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാവുക അല്ലെങ്കിൽ കുറെ ക്ലോത്ത്സ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കൺസിഡർ ചെയ്യേണ്ടതാണ്. അത് എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളത് ഒരു ഡോക്ടറെ കൺസൾട്ടേഷനിലൂടെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ ചില ആളുകൾക്ക് നന്നായിട്ട് തുമ്മുമ്പോൾ യൂറിൻ ഒക്കെ ലീക്ക് ആയിട്ട് പോകാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർ പെൽവിക് ഫ്ലോർ മസിൽസ് ഒക്കെ വളരെയധികം വീക്ക് ആയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെൽവിക് ഫ്ലോർ മസിൽസ് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ഉണ്ട്. അതൊക്കെ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ആണ്. ഈ ഒരു സമയത്ത് പാർട്ട്നേഴ്സ് ഇവിടെ കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മൂഡ് സ്വിങ്സ് ടെമ്പററി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല ആ സമയത്ത് അവരുടെ ആർഗ്യൂ ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങൾ ഭാര്യമാർക്ക് മെന്റലി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു സമയം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലും ഇടയ്ക്ക് ഒന്ന് ഓക്കെ അല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അവരെ കേൾക്കാൻ ഒരു സമയം നിങ്ങൾ കണ്ടെത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ഒരു സമയത്ത് അവർക്ക് കൂടുതലായിട്ട് മോറൽ സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അലർജിയോടൊപ്പം തന്നെ പീരീഡ് പെയിനും കൂടി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡാർക്ക് ചോക്ലേറ്റ്സും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള വാൾനട്ട്, ബദാം ഒക്കെ കൂടുതലായിട്ട് അവർക്ക് കൊടുക്കുന്ന വഴി തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടും കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പീരീഡ് പെയിനും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു സമയത്തുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ പാർട്ട്ണറിന് ഇന്ന് തന്നെ നിങ്ങൾ ഷെയർ ചെയ്തോളൂ.